അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിന്ന് റവയും ചിക്കനും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊരിക്കടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചെറിയൊരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.25 കപ്പ് റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ 1.25 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ ഒന്ന് നന്നായിട്ട് വറവായി വരുമ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായി കുറുകി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 100 ഗ്രാം ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മളിനി ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൊരിക്കടി പെട്ടെന്ന് തയ്യാറായി കിട്ടും കേട്ടോ. അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇത് തിരിച്ചു മറിച്ചു ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ.
എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മുരുമുരാന്ന് വരണം. മുരുമുരാന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ പൊരിക്കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗ്രീൻ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാ, ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പുറമെ നന്നായിട്ട് ഒരു മുരുമുരാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.